Welcome back friends. KC's classes ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS, Assistant Professor of Commerce, Kerala PSC Syllabus Based Preparations ലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ്ജക്ട് ഇൻഡയറക്റ്റ് ടാക്സേഷൻ. അതിൽ GST ആണ് നമ്മൾ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് സെക്ഷൻ 7 സബ്സെക്ഷൻ 1A ഏതൊക്കെ ട്രാൻസാക്ഷൻസ് ആണ്, ആക്ടിവിറ്റീസ് ആണ് സപ്ലൈ ഓഫ് ഗുഡ്സിന്റെ കീഴിൽ വരാ, ഏതൊക്കെയാണ് സപ്ലൈ ഓഫ് സർവീസിന്റെ കീഴിൽ വരാ എന്നുള്ളതാണ് ഫിനിഷ് ചെയ്തത്. സോ അതിന് ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തൊരു കൺസെപ്റ്റ് ആണ് കോമ്പോസിറ്റ് സപ്ലൈ. സോ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് അറിയേണ്ട ഒരു കൺസെപ്റ്റ് ആണ് കോമ്പോസിറ്റ് സപ്ലൈയും മിക്സഡ് സപ്ലൈയും തമ്മിലുള്ള ഡിഫറൻസ്. എന്തിനാണ് കോമ്പോസിറ്റ് സപ്ലൈ എന്ന് പറയാ, എന്തിനാണ് മിക്സഡ് സപ്ലൈ എന്ന് പറയാ, പലപ്പോഴും കുട്ടികൾക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യമാണ്. സോ ഈ രണ്ട് കൺസെപ്റ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് കോമ്പോസിറ്റ് സപ്ലൈ, എന്താണ് മിക്സഡ് സപ്ലൈ. സോ നമുക്ക് അതിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു സിമ്പിൾ ഒരു എക്സാമ്പിളിലോട്ട് നമുക്ക് പോവാം, എന്നിട്ട് കൺസെപ്റ്റിലോട്ട് പോവാം. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഒരു ടൂത്ത് പേസ്റ്റ് മേടിക്കണം. സോ ഞാൻ ടൂത്ത് പേസ്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിലോട്ട് ചെന്നു. അപ്പോഴാണ് എൻ്റെ അടുത്ത് റീറ്റെയിലർ പറഞ്ഞേ ടൂത്ത് പേസ്റ്റും ബ്രഷും കൂടിയിട്ട് ഒരു കോംബോ ഓഫർ ഉണ്ട്. സോ അങ്ങനെയാണെങ്കിൽ അത് മേടിക്കില്ല എന്നല്ല, രണ്ടിനും കൂടിയിട്ട് വരുന്നത് 120 രൂപയാണ്. സോ ഞാനത് കേട്ടപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ബ്രഷ് ഏകദേശം കഴിയാറായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കോംബോ ഓഫറിലോട്ട് ഞാൻ പോയി, ഞാൻ രണ്ടും കൂടി മേടിച്ചു. സോ നമുക്ക് അവിടെ രണ്ട് പ്രോഡക്റ്റ് ആണ് വരുന്നത്. എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്പർ 1 ടൂത്ത് പേസ്റ്റ് മേടിക്കാനാണ് നമ്മൾ പോയേ, അതിന്റെ കൂടെ എന്തും കൂടി കിട്ടി, പ്ലസ് ബ്രഷും കൂടി കിട്ടി. രണ്ടും കൂടി ടോട്ടല് രണ്ട് പ്രോഡക്റ്റിനും കൂടിയിട്ട് ഞാൻ 120 രൂപ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്കൊരു കൺഫ്യൂഷൻ വരുന്ന ഒരു സംഭവമാണ്. ഇത് ഏത് സപ്ലൈ ആണ്, എന്താണ് രണ്ട് ടൈപ്പ് സപ്ലൈ ആണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാനുള്ളത്. നമ്പർ 1 കോമ്പോസിറ്റ് സപ്ലൈ, നമ്പർ 2 മിക്സഡ് സപ്ലൈ. എന്താണ് സംഭവം? അപ്പോൾ രണ്ടിനും കൂടിയിട്ട് നമുക്കൊരു രണ്ട് സെന്റൻസിലോട്ട് ഞാൻ സിമ്പിൾ ആയിട്ടൊന്നും ആദ്യം തന്നെ പറയാം, എന്നിട്ട് ഇതിലോട്ട് വരാം. എന്താണ് കോമ്പോസിറ്റ് ആൻഡ് മിക്സഡ് സപ്ലൈയുടെ കോമൺ കൺസെപ്റ്റ്? 2 or more goods or services having different GST rate is supplied on a single package, then it is either composite supply or mixed supply. എന്താണ് പറയുന്നത്? രണ്ടോ അതിലധികമോ ഗുഡ്സ് ആവട്ടെ സർവീസസ് ആവട്ടെ, ഇത് രണ്ടും കൂടി ഒരു കോംബോ, ഒരു കോമ്പിനേഷൻ പാക്കേജ് ആയിട്ട് സിംഗിൾ പ്രൈസിന്, രണ്ടിനും കൂടിയിട്ട് ഒരൊറ്റ സിംഗിൾ പ്രൈസിന് നമുക്ക് വിൽക്കുകയാണെങ്കിൽ അത് ഐദർ കോമ്പോസിറ്റ് സപ്ലൈ ആവാം അല്ലെങ്കിൽ മിക്സഡ് സപ്ലൈ ആവാം. അപ്പോ ഇങ്ങനെ വിട്ടിട്ടുണ്ട് രണ്ട് പ്രോഡക്റ്റ്, ഒരെണ്ണം ടൂത്ത് പേസ്റ്റും ഒരെണ്ണം ബ്രഷും ആണ്, രണ്ടും കൂടിയിട്ടാണ് 120 രൂപയ്ക്ക് വിട്ടിട്ടുള്ളത്. അപ്പോ രണ്ടിനും കൂടിയിട്ടാണ് 120 റുപ്പീസ്. ഇവിടെ ടൂത്ത് പേസ്റ്റിന് ചാർജ് ചെയ്യുന്ന GST ടാക്സ് റേറ്റ് ആവില്ല, ബ്രഷിന് ഉണ്ടാവുക, രണ്ടും രണ്ടാണ്. അപ്പൊ അവിടെ കൺഫ്യൂഷൻ വന്നു. ചിലപ്പോ ഇതിന്റെ GST ചാർജ് 18%, ദെൻ ഇവിടെ വരുന്നത് 28% ആണെന്ന് ഇരിക്കും ഒരു എക്സാമ്പിള്. അപ്പൊ രണ്ടും കൂടി അപ്പൊ അവിടെ കൺഫ്യൂഷൻ ആയില്ലേ നമുക്കാകെ, ഏത് GST ആണ് അപ്പൊ അവിടെ വെക്കുക? രണ്ടിനും കൂടിയിട്ട് 120 രൂപ മേടിക്കുന്നുണ്ട്, അവിടെയാണ് കൺഫ്യൂഷൻ വരുന്നത്. അപ്പൊ അവിടെയാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് ക്ലാരിറ്റി വേണ്ടേ, ഏതിനാണ് നമ്മൾ കോമ്പോസിറ്റ് സപ്ലൈ എന്ന് പറയാം, ഏതിനാണ് നമ്മൾ മിക്സഡ് സപ്ലൈ എന്ന് പറയാം. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് നമുക്ക് ആ രണ്ടെണ്ണത്തിന്റെയും ഡിഫറൻഷിയേഷനിലോട്ട് പോവാം. എന്താണ് ഡിഫറൻസ് എന്നുള്ളത്? അപ്പോ നമ്മളിങ്ങനെ ഒരു കോമ്പിനേഷൻ ആയിട്ട് ഒരു കോംബോ പ്രോഡക്റ്റ് കൊടുക്കുന്ന സമയത്ത് പലപ്പോഴും ചില പ്രോഡക്റ്റ് നമ്മൾ കൊടുക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഒരു ലാപ്ടോപ്പ് അംഗീകരിക്കുക. ഇതിപ്പോ നമ്മളിപ്പോ പറഞ്ഞ ടൂത്ത് പേസ്റ്റിന്റെ കേസാണ്. ഒരു ലാപ്ടോപ്പ് നമുക്കിപ്പോ ഓൺലൈൻ ക്ലാസ്സസ് എന്ന് പറയുന്നത് മസ്റ്റ് ആക്കി എല്ലായിടത്തും. അപ്പൊ ഞാനൊരു ലാപ്ടോപ്പ് പുതിയത് മേടിക്കാൻ പോയി. അപ്പൊ ലാപ്ടോപ്പ് മേടിക്കുന്ന സമയത്ത് ഞാൻ ഒരു ലാപ്ടോപ്പ് മേടിച്ചു. അപ്പോ ലാപ്ടോപ്പ് മേടിക്കുമ്പോ എത്രയാ റേറ്റ് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു 33,000 റുപ്പീസ് ആണ് ലാപ്ടോപ്പിന് വരുന്നത്. അപ്പൊ ലാപ്ടോപ്പ് മാത്രമല്ലല്ലോ എനിക്ക് തരാം, അതിന്റെ കൂടെ ഒരു സൂപ്പർ ബാഗും കൂടി ഉണ്ടായിരിക്കും. രണ്ടും കൂടിയിട്ടാണ് എനിക്ക് തരാം. രണ്ടും കൂടിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു റേറ്റ് 33,000 റുപ്പീസ്. 33,000 റുപ്പീസ്. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എന്താ, ടൂത്ത് പേസ്റ്റും ബ്രഷും ആണ്. ഇവിടെ എന്താ, ലാപ്ടോപ്പും ഉണ്ട്, ബാഗും ഉണ്ട്. ഈ രണ്ടെണ്ണത്തിന്റെ ഒരു വ്യത്യാസം എന്താണ്? ഇപ്പോ ലാപ്ടോപ്പ് മേടിക്കുന്ന സമയത്ത് ഈ ലാപ്ടോപ്പിന് അനുയോജ്യമായിട്ടുള്ള കസ്റ്റമൈസ്ഡ് എന്ന് പറയില്ലേ, ഈ ലാപ്ടോപ്പിന് കറക്റ്റ് ആയിട്ട് ഇണങ്ങുന്ന ഒരു ബാഗ് ആണ് അവര് നമുക്ക് അതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് തരുന്നത്. രണ്ടിനും കൂടിയിട്ട് 33,000 ചാർജ് ചെയ്യുന്നുണ്ട്.
അപ്പോ ഇതിന്റെ GST എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് 18 ആയിരിക്കാം, ഇത് ചിലപ്പോ 12 ആയിരിക്കാം, എങ്ങനെ വേണമെങ്കിലും ആയിരിക്കാം. അപ്പോ ഇവിടെ ലാപ്ടോപ്പ് മേടിച്ചതുകൊണ്ട് മാത്രം നമുക്ക് എന്ത് കിട്ടി? എന്റെ കൂടെ ബാഗ് കിട്ടി. ലാപ്ടോപ്പ് മാത്രമായിട്ട് നമുക്ക് മേടിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇത് കൊണ്ടുപോകണമെങ്കിൽ, യൂസ് ചെയ്യണമെങ്കിൽ, ലാപ്ടോപ്പിന് പ്രോപ്പർ ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ, അല്ലെ, വൺ പ്ലേസ് ടു അനദർ പ്ലേസ് മൂവ് ചെയ്യണമെങ്കിൽ വിത്തൗട്ട് അവിടെ ഒരു ബാഗ് ഇല്ലെങ്കിൽ അത് കേടാവും. അപ്പൊ അതിന്റെ പ്രോപ്പർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു ആൻസിലറി പ്രൊഡക്റ്റ് ആണ് ഈ പറയുന്ന ബാഗ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ലാപ്ടോപ്പ് മേടിക്കാൻ പോകുമ്പോ അതിന്റെ കൂടെ ബാഗ് കിട്ടുന്നത്. അപ്പൊ ഇതില്ലാണ്ട് ഇതില്ല. അപ്പോ ഇവിടെ ഈ ഒരു ടൈപ്പ് സപ്ലൈനെയാണ് നമ്മൾ പറയാ കോമ്പോസിറ്റ് സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ബിക്കോസ് ഇവിടെ ഓൾറെഡി നമ്മുടെ മെയിൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ലാപ്ടോപ്പ് ആണ്. ദെൻ ലാപ്ടോപ്പ് മേടിച്ച് അതിന് കറക്റ്റ്, നമുക്ക് വേറെ ബാഗ് മേടിക്കുകയാണെങ്കിൽ ഇപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള ആ ഒരു ഇത് കിട്ടില്ല. ഇവിടെ ഈ ലാപ്ടോപ്പിന് വേണ്ടി കറക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ് ഈ പറയുന്ന ബാഗ് എങ്കിൽ ഇതിനെയാണ് പറയാ കോമ്പോസിറ്റ് സപ്ലൈ. ഓൺ ദി അതർ ഹാൻഡ് ഇതെന്താണ്? കോമ്പോസിറ്റ് സപ്ലൈ ആണ്. ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടൂത്ത് പേസ്റ്റിന്റെ. അപ്പൊ അവിടെ എന്താണ്? നമ്മള് ഒരു ടൂത്ത് പേസ്റ്റ് മേടിച്ചു. അപ്പോ ടൂത്ത് പേസ്റ്റ് പ്ലസ് ബ്രഷ്, ഇതിനെ രണ്ടിനും കൂടിയിട്ടാണ് ഒരു 120 റുപ്പീസ് ചാർജ് ചെയ്തത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണ്? നമുക്ക് സെപ്പറേറ്റ് ടൂത്ത് പേസ്റ്റ് മേടിക്കാം, സെപ്പറേറ്റ് ബ്രഷ് മേടിക്കാം. ഇപ്പോ ഇതിന്റെ റേറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് ചിലപ്പോ ഒരു 12% ആയിരിക്കാം. ബ്രഷിന്റെ വരുന്നത് ഒരു 28% ആയിരിക്കാം. ഇത് രണ്ടും കൂടിയിട്ടാണ് നമുക്ക് 120 രൂപയ്ക്ക് തരുന്നത്. അപ്പൊ ഇവിടെ എന്താ പ്രത്യേകത? രണ്ടും ഇൻഡിപെൻഡന്റ് പ്രൊഡക്ട്സുകളാണ്, അല്ലെ? രണ്ടും ഇൻഡിപെൻഡന്റ് പ്രൊഡക്ട്സ് ആണ്. നമുക്ക് സെപ്പറേറ്റ് ടൂത്ത് പേസ്റ്റ് മേടിക്കാം, ബ്രഷും മേടിക്കാം. ഈ പറയുന്ന റീറ്റെയിലർ ഇതിനൊരു കോമ്പിനേഷൻ ആക്കിയിട്ട്, ആർട്ടിഫിഷ്യലി ഇതിനൊരു കോമ്പിനേഷൻ ആക്കിയിട്ട് നമുക്ക് തരാണ്. അതാണ് ഈ പറയുന്ന മിക്സഡ്. അപ്പൊ ഇതെന്താണ് പറയാ? ഇതിന് മിക്സഡ് സപ്ലൈ എന്നാണ് പറയാ. ഇവിടെയാണെങ്കിലോ ലാപ്ടോപ്പ് ഉണ്ട്, ബാഗ് ഉണ്ട്. ലാപ്ടോപ്പിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയുള്ള ബാഗ്. അപ്പോ ഇത് ഈ ആദ്യത്തെ ആണ് എന്ത്? കോമ്പോസിറ്റ് സപ്ലൈ. രണ്ടാമത്തെ ആണ് എന്ത്? മിക്സഡ് സപ്ലൈ. കുറച്ചുകൂടി ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് പോവാണെങ്കിൽ നെക്സ്റ്റ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പോ ഓൺലൈൻ ക്ലാസ്സസ് വേണ്ടിയിട്ട് നമുക്ക് ലാപ്ടോപ്പ് മേടിച്ചു. ഇതേപോലെ തന്നെ ഇപ്പൊ ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു സംഭവമാണ് TV. അപ്പൊ ഒരു സ്മാർട്ട് TV മേടിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഒരു TV മേടിക്കാൻ പോവാണ് സോണിയുടെ. എങ്കിൽ ആ TV മേടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് TV പ്ലസ് അതിന്റെ കൂടെ ഒരു സ്റ്റാൻഡ് തരുന്നുണ്ട്. സ്റ്റാൻഡ് പ്ലസ് നമുക്ക് ഈ TV നമ്മുടെ വീട്ടിലോട്ട് എത്തിച്ചു തരും. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ സർവീസ് ആണ്. ട്രാൻസ്പോർട്ടേഷൻ സർവീസ് ഇതെല്ലാതും കൂടിയിട്ട് ടോട്ടലി ചാർജ് ചെയ്യുന്നത് 55,000 റുപ്പീസ് ആണ്. എത്രയാണ്? 55,000 റുപ്പീസ്. ഇപ്പോ ടിവിയുടെ ടാക്സ് റേറ്റ് എക്സാമ്പിൾ ആണ്, ഒരു 18% ആയിരിക്കാം. സ്റ്റാൻഡിന് ഒരു 12% ആയിരിക്കാം. ട്രാൻസ്പോർട്ടേഷൻ സർവീസിന് 28% ആയിരിക്കാം. എക്സാമ്പിൾ ആണ്. ഇതിനെല്ലാത്തിനും കൂടിയിട്ടാണ് 55,000 ചാർജ് ചെയ്യുന്നത്. എങ്കിൽ ഇതെന്ത് സപ്ലൈ ആണ്? ഇതെന്ത് സപ്ലൈ ആ? ഇതൊരു കോമ്പോസിറ്റ് സപ്ലൈ ആണ്. എന്താണ് കോമ്പോസിറ്റ് സപ്ലൈയുടെ പ്രത്യേകത? അവിടെ ഒരു പ്രിൻസിപ്പൽ പ്രോഡക്റ്റ് ഉണ്ടായിരിക്കും, ഒരു പ്രിൻസിപ്പൽ സപ്ലൈ ഉണ്ടായിരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രിൻസിപ്പൽ സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ്? TV ആണ് ഇവിടെ പ്രിൻസിപ്പൽ സപ്ലൈ, അല്ലെ? ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്താണ്? TV ആണ്. ദെൻ ഈ TV മേടിക്കാൻ പോയതുകൊണ്ടാണ് അതിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്റ്റാൻഡും ദെൻ ഇവരത് നമ്മുടെ വീട്ടിലോട്ട് എത്തിച്ചു തരാണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇതെല്ലാതും കൂടിയിട്ടാണ് 55,000 റുപ്പീസ് അവരെ ചാർജ് ചെയ്യുന്നത്. അപ്പോ ഇവിടെ പല ടാക്സ് റേറ്റ് ഉണ്ട്. നേരത്തെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. ഏതാണ് എക്സാമ്പിൾ പറഞ്ഞ? ടൂത്ത് പേസ്റ്റിന്റെയും ബ്രഷിന്റെ കാര്യം. അത് വിട്, വേറൊരു എക്സാമ്പിളിലോട്ടും പോവാം, എന്നിട്ട് നമുക്ക് കൺസെപ്റ്റിലോട്ട് പോവാം. അപ്പൊ ഇവിടെ എന്താണ്? 3 പ്രോഡക്റ്റ് ഉണ്ട്. ഈ പ്രോഡക്റ്റ് ആണ് നമ്മൾ എന്ത് പറയാ? പ്രിൻസിപ്പൽ സപ്ലൈ. അപ്പൊ എന്താണ് പ്രിൻസിപ്പൽ സപ്ലൈ എന്ന് പറഞ്ഞാൽ? ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഗുഡ്സ് ഒരെണ്ണം ഉണ്ടായിരിക്കും. അതിനെയാണ് പറയാ പ്രിൻസിപ്പൽ സപ്ലൈ. ഓക്കെ, ഇനി ഇതിന് സപ്പോർട്ടായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഈ സ്റ്റാൻഡും ട്രാൻസ്പോർട്ടേഷൻ സർവീസും. ഇനി വേറൊരു എക്സാമ്പിളോട്ട് പോവാണ്. നമ്മൾ മാൻഷെയറിലോട്ട് പോയി.
ഒരു ഷോപ്പാണ്. അവിടെ പോയപ്പോൾ 3 പ്രോഡക്റ്റിന്റെ ഒരു കോമ്പിനേഷൻ, ഒരു കോംബോ ഓഫറാണ്. ഒരു ബെൽറ്റ് നമുക്ക് തരുന്നുണ്ട്, പ്ലസ് ഒരു ഷൂ ഉണ്ട്, പ്ലസ് ഒരു പേഴ്സ് ഉണ്ട്. ഇതെല്ലാം കൂടിയിട്ട് 3000 രൂപ ചാർജ് ചെയ്യുക, 3000 റുപ്പീസ്. ബെൽറ്റിന്റെ ശരിക്കും പറഞ്ഞാൽ ടാക്സ് റേറ്റ് ഒരു 18% ആണ്, ഷൂവിന്റെ വരുന്നത് 12% ആണ്, പേഴ്സിന്റെ വരുന്നത് ഒരു 18% ആണ്. എക്സാമ്പിൾ. അപ്പോ ഇതെന്താണ്? ദിസ് ഇസ് മിക്സഡ് സപ്ലൈ. എന്താണ് മിക്സഡ് സപ്ലൈയുടെ പ്രത്യേകത വരുന്നത്? ആർട്ടിഫിഷ്യലി ഈ പറയുന്ന റീറ്റെയിലർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ്. ഇവിടെ ആണെങ്കിലോ നാച്ചുറലി ആണ്. അപ്പൊ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ്. ഇത് ഒക്കെ ഇൻഡിപെൻഡന്റ് പ്രോഡക്ട്സ് ആണ്. നമുക്ക് സെപ്പറേറ്റ് ബെൽറ്റ് മേടിക്കാം, ഷൂ മേടിക്കാം, പേഴ്സ് മേടിക്കാം. ഇവരെല്ലാം കൂടി ഒരു കോമ്പിനേഷൻ ഓഫർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് 3000 രൂപയ്ക്ക് തരാം. ഓക്കെ, അപ്പോൾ ഇവിടെ പല പല ടാക്സ് റേറ്റുകൾ ഉണ്ട്. അപ്പോഴാണ് നമുക്ക് ഇവിടെ അറിയേണ്ട ഒരു കൺഫ്യൂഷൻ വരുന്നു. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പല പല ടാക്സ് റേറ്റ് വരുമ്പോൾ ഏത് റേറ്റ് ഓഫ് ടാക്സ് ആയിരിക്കും അവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട വരാം? അതാണ് നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് അറിയേണ്ട ഒരു കാര്യം. ഓക്കെ, ടാക്സ് റേറ്റ് എത്രയാണ് അപ്ലൈ ചെയ്യേണ്ട വരാ കോമ്പോസിറ്റ് സപ്ലൈയില്, മിക്സഡ് സപ്ലൈയില്? അതാണ് നമുക്ക് നെക്സ്റ്റ് കാണാനുള്ളത്. അതിനേക്കാൾ മുമ്പ് ആ 2 കൺസെപ്റ്റിന്റെയും ഒരു ഡീറ്റെയിൽസ്, അതിന്റെ ഒരു തിയററ്റിക്കൽ എക്സ്പ്ലനേഷനിലോട്ട് നമുക്ക് ആദ്യം പോവാം. സോ കോമ്പോസിറ്റ് സപ്ലൈ എന്താ പറഞ്ഞിരിക്കണേ? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 or more goods or services which is naturally supplied with each other in the ordinary course of business, and one of them is a principal supply. The items cannot be supplied separately. ഇതിനെയാണ് പറയാ കോമ്പോസിറ്റ് സപ്ലൈ. എന്താ പറഞ്ഞിരിക്കണം നോക്കിയേ? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 or more goods or services അല്ലേ? നമ്മൾ ഇവിടെയാണ് കോമ്പോസിറ്റ് സപ്ലൈയുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞേ. TV ഉണ്ട്, സ്റ്റാൻഡ് ഉണ്ട്, ട്രാൻസ്പോർട്ടേഷൻ സർവീസ്, ഇതൊക്കെ കൂടിയിട്ട് 50,000 രൂപ. വിച്ച് ഈസ് നാച്ചുറലി സപ്ലൈഡ് അല്ലേ? TV മേടിച്ചപ്പോഴാണ് ഇതിന്റെ കൂടെ വന്നേ. ട്രാൻസ്പോർട്ടേഷൻ സർവീസിന് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു സംഭവം ഇല്ല അല്ല, ഇൻഡിപെൻഡന്റ് ഇല്ല. ഈ പറയുന്ന ടിവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ബാക്കി 2 ഐറ്റംസ് നിൽക്കുന്നത്. ഓക്കെ, supplied with each other in the ordinary course of business, and one of them is principal supply. ഇതിലേതാ പ്രിൻസിപ്പൽ സപ്ലൈ എന്ന് പറയുന്നത്? TV. വീണ്ടും പറയുന്നു, ഒരു അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ വരുന്ന സമയത്ത് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന സപ്ലൈനെയാണ് പറയാ പ്രിൻസിപ്പൽ സപ്ലൈ. ഇതിന്റെ കോർ ഒബ്ജക്റ്റീവ്, ഒരു പ്രോഡക്റ്റ് നമ്മൾ എന്തിനാണ് മേടിക്കുന്നത്, കോർ ആയിട്ടുള്ള സംഭവത്തിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ സപ്ലൈ എന്ന് പറയുന്നത്. ദി ഐറ്റംസ് കനോട്ട് ബി സപ്ലൈഡ് സെപ്പറേറ്റ്ലി. സെപ്പറേറ്റ് ആയിട്ട് ഇതിനെ നമുക്ക് സപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. നേരത്തെ ലാപ്ടോപ്പിന്റെ എക്സാമ്പിൾ പറഞ്ഞു. ലാപ്ടോപ്പ് പ്ലസ് ബാഗ് രണ്ടും കൂടിയിട്ട് നമുക്ക് കിട്ടാണ്, ചാർജ് ചെയ്തു. ഓക്കെ, ഇനി നമ്പർ 2 മിക്സഡ് സപ്ലൈ എന്താന്ന് നോക്കാം. It consists of 2 or more individual supplies, combination of goods or services which each other for a single price. Each of these items can be supplied separately. എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത്? ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞു അല്ലെ. It consists of 2 or more individual supplies combination, belt, shoe, purse ഒക്കെ കൂടി 3000 രൂപ. സിംഗിൾ പ്രൈസ് 3000. Each of these items can be supplied separately. ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് സപ്ലൈ ചെയ്യാൻ സാധിക്കും. ബെൽറ്റ്, ഷൂ, പേഴ്സ് സെപ്പറേറ്റ്. ഓക്കെ, പക്ഷെ നമ്മൾ എല്ലാം കൂടി ഒരു കോമ്പിനേഷൻ ആയിട്ട് ഒരു കോംബോ ഓഫർ എന്നുകൊണ്ട് 3000 രൂപയ്ക്ക് കൊടുക്കണം. അതിനെയാണ് പറയാ മിക്സഡ് സപ്ലൈ. ക്ലിയർ അല്ലേ 2 കാര്യങ്ങളും? ഓക്കെ, അപ്പൊ ഇതാണ് കോമ്പോസിറ്റിന്റെയും മിക്സഡിന്റെയും തിയറിറ്റിക്കൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ. ഇനി ആ ഇമ്പോർട്ടന്റ് പോയിന്റിലോട്ട് പോവാം. നമുക്ക് മെയിൻ ആയിട്ട് അറിയേണ്ടത് ടാക്സ് റേറ്റ് എങ്ങനെയാണ് ഇവിടെ അപ്ലൈ ചെയ്യുക. പല പല ടാക്സ് റേറ്റ് ആണ് ഓരോ പ്രോഡക്റ്റും ഉള്ളത്. അപ്പൊ എങ്ങനെയായിരിക്കും? നമ്പർ 1 കോമ്പോസിറ്റ് സപ്ലൈയിലാണെങ്കിൽ ഞാൻ പറഞ്ഞു ഇവിടെ ഒരു പ്രിൻസിപ്പൽ സപ്ലൈ ഉണ്ട്. എന്താണ്? TV ആണ്. അപ്പോൾ ഇവിടെ TVക്ക് 18, സ്റ്റാൻഡിന് 12, ട്രാൻസ്പോർട്ടേഷൻ സർവീസിന് 28%, ടോട്ടൽ 55 ആണ്. അപ്പോ ഇൻ ദി കേസ് ഓഫ് കോമ്പോസിറ്റ് സപ്ലൈ പ്രിൻസിപ്പൽ സപ്ലൈ പ്രോഡക്റ്റ് ഏതാണോ അതിന്റെ റേറ്റ് ഓഫ് ടാക്സ് ആയിരിക്കും ഇവിടെ അപ്ലൈ ചെയ്യേണ്ടവരാ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഈ എക്സാമ്പിൾ പറയുന്ന പോലെ 55,000 18% GST ആയിരിക്കും ഇവിടെ അടക്കേണ്ടി വരാ. അപ്പോ ഇൻ ദി കേസ് ഓഫ് കോമ്പോസിറ്റ് സപ്ലൈ പല ടാക്സ് റേറ്റ്, പല പ്രോഡക്റ്റും സർവീസും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കണമെങ്കിലും കോർ പ്രോഡക്റ്റ് ഏതാണ്? ഇവിടെ കോർ പ്രോഡക്റ്റ് ഏതാ? TV ആണ്. അപ്പൊ ടിവിയുടെ ടാക്സ് റേറ്റ് എത്രയാ? 18% ആണ്. അങ്ങനെയാണെങ്കിൽ ആ 18% ആയിരിക്കും ഇവിടെ കൊടുക്കേണ്ടി വരാ. ക്ലിയർ ആണോ? വേണമെങ്കിൽ ഒരു എക്സാമ്പിളും കൂടി ഇതിനെ പറയുകയാണെങ്കിൽ, ഞാനൊരു ഹോട്ടലിൽ താമസിക്കാൻ തീരുമാനിച്ചു.
അപ്പൊ ഹോട്ടലിൽ താമസിക്കാൻ തീരുമാനിച്ചപ്പോ ഹോട്ടൽ റൂമിന് അവര് ടോട്ടൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് 4000 രൂപ ഒരു ദിവസത്തേക്ക്. ഇറ്റ് ഇൻക്ലൂഡ്സ് എന്ന് പറഞ്ഞിട്ട് താമസിക്കുന്നതിന് അവിടെ സ്റ്റേ ചെയ്യുന്നതിന് പ്ലസ് ഫുഡിന് മറ്റ് സർവീസുകൾക്ക് എല്ലാത്തിനും കൂടിയിട്ടാണ് 4000. സെപ്പറേറ്റ് നോക്കുമ്പോ സ്റ്റേക്ക് അവർക്ക് 18%, ഫുഡിന് അവര് ഒരു 28%. എക്സാമ്പിൾ ആണ്. സർവീസിന് ഒരു 28% ആണ്. സെപ്പറേറ്റ് നോക്കുമ്പോൾ വരാം. ഇത് കമ്പൈൻ ചെയ്തിട്ട് 4000 രൂപയാണ് പറയുന്നത്. അപ്പൊ ഇവിടെ പ്രിൻസിപ്പൽ സപ്ലൈ എന്താണ് ഡോമിനേറ്റ് ചെയ്തേക്കുന്നത്? കോർ എന്താണ്? ഒബ്ജക്റ്റീവിലേക്ക് താമസിക്കണം. അപ്പൊ താമസിക്കാൻ സ്റ്റേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടേക്ക് പോകണം. അതിന്റെ കൂടെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതാണ്. അല്ല, ഹോട്ടലിൽ പോകുമ്പോൾ ഫുഡ് തരുന്നു, മറ്റ് സർവീസസ് ഒക്കെ കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ GST റേറ്റ് എത്രയാ? 18%. അതായിരിക്കും ഈ 4000ന്റെ കൂടെ നമ്മൾ അഡീഷണൽ ആയിട്ട് കൊണ്ടുവരാം. ഇതാണ് കോമ്പോസിറ്റ് സപ്ലൈയുടെ പ്രത്യേകത. ടാക്സ് റേറ്റ് ഇമ്പോസ് ചെയ്യുന്നത്. ഓൺ ദി അതർ ഹാൻഡ്, ഇൻ ദി കേസ് ഓഫ് ഇവിടെ എന്താണ് നമ്മുടെ എക്സാമ്പിൾ ആയിട്ട് മിക്സഡ് സപ്ലൈ ആണെങ്കിൽ ആർട്ടിഫിഷ്യലി ക്രിയേറ്റഡ് ബണ്ടിലാണ്. ഇവിടെ നാച്ചുറലി ക്രിയേറ്റഡ് ആണ്. മിക്സഡ് സപ്ലൈയിലാണെങ്കിലോ ആർട്ടിഫിഷ്യലി ക്രിയേറ്റഡ് ആണ്. അപ്പോൾ 18% ബെൽറ്റിനുണ്ട്, ഷൂവിന് 12 ഉണ്ട്, പേഴ്സിന് 28 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഹയസ്റ്റ് റേറ്റ് ഓഫ് ടാക്സ് എത്രയാണോ? പല പ്രോഡക്റ്റുകളായതുകൊണ്ട് ഹയസ്റ്റ് റേറ്റ് ഓഫ് ടാക്സ് ഇവിടെ എത്രയാ? പേഴ്സിന്റെ 28%. ആ ഹയസ്റ്റ് റേറ്റ് ഓഫ് ടാക്സ് ആയിരിക്കും ഇവിടെ നമ്മൾ കൊടുക്കേണ്ടി വരാ. എന്താണ് ഇവിടെ ഹയസ്റ്റ് എത്രയാ? 28%. അപ്പൊ 28% ആയിരിക്കും കൊടുക്കേണ്ടി വരാം. അപ്പോ ഇവിടെയാണെങ്കിലോ പ്രിൻസിപ്പൽ സപ്ലൈയുടെ ആണെങ്കിൽ ഇവിടെയാണെങ്കിൽ ഹൈയസ്റ്റ്. ഇവിടെ ഇൻഡിപെൻഡന്റ് ആണ് പല പ്രൊഡക്റ്റും. ഇവിടെ എല്ലാം കൂടിയിട്ട് എല്ലാം ഡിപ്പെൻഡന്റ് ആണ്. ഇതിനെ പ്രിൻസിപ്പൽ സപ്ലൈനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് പ്രിൻസിപ്പൽ സപ്ലൈയുടെ റേറ്റ് ഓഫ് ടാക്സ് വരുന്നത്. ഇവിടെ ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് ഹൈയസ്റ്റ് റേറ്റ് ഓഫ് ടാക്സ് ഏത് പ്രൊഡക്റ്റിനാണോ അതാണ് കൊടുക്കേണ്ടി വരാം. ക്ലിയർ ആണോ? ഇപ്പൊ പലപ്പോഴും ഇപ്പോൾ ഓണം വരാണ്, അല്ലെങ്കിൽ ദീപാവലി വരാണ്. ദീപാവലിക്കൊക്കെ പോയി കാണാൻ പറ്റും. ഒരു എന്താണ് പറയാ, ഒരു ഗിഫ്റ്റ് ബോക്സ് പോലെ ഒരു സംഭവം വെച്ചിട്ടുണ്ടാവും ഫ്രണ്ടിലേക്ക് കയറുമ്പോ. അതിലിപ്പോ ചോക്ലേറ്റ്, ഇപ്പൊ ഡയറി മിൽക്ക് 2 പ്ലസ് ലഡു ഉണ്ടാവും, ഒരു കോമ്പിനേഷനാ. പ്ലസ് ജിലേബി ഉണ്ടാവും, ഗുലാബ് ജാം ഉണ്ടാവും, ഒരു ഗുലാബ് ജാം ഉണ്ടാവും. ഇതൊക്കെ കൂടിയിട്ട് നമ്മുടെ അടുത്ത് പറയാണ് ഒരു 500 രൂപ. ഒരു എന്താണ് കോമ്പിനേഷനാണ് 500 രൂപ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഡയറി മിൽക്കിന്റെ ടാക്സ് റേറ്റ് എക്സാമ്പിൾ വെറുതെ വെക്കുകയാണ്. ഡയറി മിൽക്കിന് ആക്ച്വലി വരുന്നത് 18%, ലഡുവിന് ഞാൻ എക്സാമ്പിൾ പറയണേ 12%, ജിലേബിക്ക് 12%, ഗുലാബ് ജാമിന് വന്നിട്ടുള്ളത് 18%. അങ്ങനെയാണെങ്കിൽ 500 റുപ്പീസുമേ ഇതെന്ത് സപ്ലൈ ആണ്? ഇതെന്ത് സപ്ലൈ ആണ്? മിക്സഡ് സപ്ലൈ ആണ്. ഡയറി മിൽക്ക് സെപ്പറേറ്റ് മേടിക്കാം, ലഡു സെപ്പറേറ്റ് മേടിക്കാം, ജിലേബി മേടിക്കാം, ഗുലാബ് ജാം മേടിക്കാം. നമ്മുടെ ഓണർ റീറ്റെയിലർ ഇത് കമ്പൈൻ ചെയ്യിപ്പിച്ചിട്ട് തരാണ്. അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് റേറ്റ് ഓഫ് ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 18 ആണ്. അപ്പൊ 500 18% ആയിരിക്കും നമ്മൾ കൊടുക്കേണ്ടി വരുന്ന ടാക്സ്. ക്ലിയർ ആണോ? ഇതാണ് കോമ്പോസിറ്റ് സപ്ലൈയുടെയും ഈ പറയുന്ന മിക്സഡ് സപ്ലൈയുടെയും ഡിഫറൻസ് ടാക്സ് റേറ്റിന്റെ കേസിൽ. ഇവിടെ പ്രിൻസിപ്പൽ ആണെങ്കിൽ അവിടെ ഹയസ്റ്റ് റേറ്റ് ഏതാണോ അതുമാണ്. ക്ലിയർ ആണോ രണ്ട് കൺസെപ്റ്റും? അപ്പൊ ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ എന്താ, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ 2 or more goods or services കമ്പൈൻ ചെയ്തിട്ട് കൊടുക്കുന്ന സമയത്ത് അവിടെ അതിനെ കോമ്പോസിറ്റ് സപ്ലൈയുടെ കീഴിൽ വരാം, മിക്സഡ് സപ്ലൈയുടെ കീഴിലും വരാം. ഇത് കൊടുക്കുമ്പോൾ നാച്ചുറലി ബണ്ടിൽഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ അവിടെ ഒരു പ്രിൻസിപ്പൽ സപ്ലൈ ഡോമിനേറ്റ് ചെയ്തിട്ട് ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടെങ്കിൽ അതിനെയാണ് പറയാ കോമ്പോസിറ്റ് സപ്ലൈ. ആ കേസിലാണെങ്കിൽ കോമ്പോസിറ്റ് സപ്ലൈയുടെ കീഴിലാണെങ്കിൽ പ്രിൻസിപ്പൽ സപ്ലൈയുടെ ടാക്സ് റേറ്റ് എത്രയാണോ അതാണ് അവിടെ ചാർജ് ചെയ്യുക. ഇൻ ദി കേസ് ഓഫ് മിക്സഡ് സപ്ലൈ ആർട്ടിഫിഷ്യലി ക്രിയേറ്റഡ് ബണ്ടിലാണ്. പല ഇൻഡിപെൻഡന്റ് പ്രൊഡക്ട്സ് ഒരു ബണ്ടിലായിട്ട് നമ്മൾ വെച്ച് വിൽക്കാണ് എങ്കിൽ അപ്പൊ അവിടെ പ്രിൻസിപ്പൽ ആയിട്ടുള്ള പ്രൊഡക്റ്റിലെ എല്ലാം ഇൻഡിപെൻഡന്റ് ആണ്. അവിടെ ഹയസ്റ്റ് റേറ്റ് ഓഫ് ടാക്സ് ചെയ്ത് പ്രൊഡക്റ്റിനാണ് അതാണ് അപ്ലൈ ചെയ്യേണ്ടവരെ ഇമ്പോസ് ചെയ്യുക. സോ എല്ലാവർക്കും ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു കൺസെപ്റ്റ്. ഈ ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പോസിറ്റ് സപ്ലൈ ആൻഡ് മിക്സഡ് സപ്ലൈ പലപ്പോഴും പ്രോബ്ലം വരാറുണ്ട്. ഇതിന്റെ കൂടെ ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഒരു എക്സാമിന് വന്നിട്ട് കുട്ടികൾ എൻ്റെ അടുത്ത് ഒരു കൺഫ്യൂഷൻ ചോദിച്ചുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഫോർ എക്സാമ്പിൾ ഒരു ഷർട്ട് മേടിക്കാൻ ഇപ്പോൾ ഷർട്ട് പ്ലസ് ടൈ രണ്ടും കൂടിയിട്ട് 2500 രൂപ ഒരു കോമ്പിനേഷൻ വെച്ചേക്കാം. ഷർട്ട് പ്ലസ് ടൈ. അങ്ങനെയാണെങ്കിൽ ഇത് ഏത് സപ്ലൈ ആണ്? മിക്സഡ് സപ്ലൈ ആണോ കോമ്പോസിറ്റ് സപ്ലൈ ആണോ? ഒരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ പല കുട്ടികൾക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് കോമ്പോസിറ്റ് സപ്ലൈ അല്ല, കോമ്പോസിറ്റ് അല്ല എന്ന് ചോദിച്ചു. അല്ല,
അത് മിക്സഡ് സപ്ലൈ ആണ്. ഷർട്ട് സെപ്പറേറ്റ്. നമ്മൾ ഒരു കാരണവശാലും ചിന്തിക്കരുത് ഈ ഷർട്ടിന്റെ കൂടെ കൊടുത്തിട്ടുള്ള ടൈ. നേരത്തെ ലാപ്ടോപ്പ് മേടിക്കണ സമയത്ത് കിട്ടിയ ബാഗ് പോലെയല്ല ഈ ഷർട്ട് സെപ്പറേറ്റ് മേടിക്കാം, ടൈ സെപ്പറേറ്റ് മേടിക്കാം. അപ്പോൾ അങ്ങനെ കിട്ടുന്നതല്ല, രണ്ടും ഇൻഡിപെൻഡന്റ് പ്രൊഡക്റ്റുകളാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു കോമൺ സെൻസ് അപ്ലൈ ചെയ്യേണ്ടി വരും. ഒരു പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ ഇതില്ലെങ്കിൽ അതില്ലേ. ഇപ്പൊ ബ്രഷും പേസ്റ്റും എന്ന് കാണുമ്പോൾ മനസ്സിലൊരു കാരണവശാലും ഓടരുത്. സംഭവം എന്താണ്, ബ്രഷ് അല്ലെങ്കിൽ പല്ല് തേക്കണമെങ്കിൽ അവിടെ ടൂത്ത് പേസ്റ്റ് വേണം. രണ്ടും സെപ്പറേറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഒരുമിച്ച് തരുന്നു മാത്രം. ഞാൻ ടി വി മേടിക്കുമ്പോൾ സ്റ്റാൻഡ് എന്നൊക്കെ പറയുന്നത് ഡിപ്പെൻഡന്റ് ആണ്. അപ്പൊ ഒരു സെൻസ് വെക്കണം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിള് ഷർട്ട് മേടിക്കുമ്പോൾ ടൈ എന്ന് പറയുന്നത് മിക്സഡ് സപ്ലൈ ആണ്. രണ്ടും രണ്ട് ഐറ്റംസ് ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സെൻസിൽ വേണം നമ്മൾ ആൻസർ ചെയ്യാൻ. ഓക്കെ, സോ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു 1-2 പ്രോബ്ലത്തിലോട്ട് നമുക്ക് നെക്സ്റ്റ് കടക്കാം. നെക്സ്റ്റ് അപ്പോൾ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് നോക്കാം. മൂവിങ് ടു പ്രോബ്ലംസ്. സോ നമ്പർ 1, മിസ്റ്റർ എ booked Rajdhani train ticket which includes meals. Is it a composite supply or mixed supply? എന്താണ്, ഒരു ട്രെയിൻ ടിക്കറ്റ് നമ്മൾ ബുക്ക് ചെയ്തു, ദെൻ അതില് മീൽസ് ഇൻക്ലൂഡഡ് ആണ്. കോമ്പോസിറ്റ് സപ്ലൈ ആണോ മിക്സഡ് സപ്ലൈ ആണോ? നിങ്ങൾക്കറിയാം നമ്മുടെ കോർ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താ, നമുക്ക് ട്രാവൽ ചെയ്യണം. അപ്പൊ അതാണ് കോർ ഒബ്ജക്റ്റീവ്. അപ്പൊ അതാണ് പ്രിൻസിപ്പൽ സപ്ലൈ. അതിനെ റിലേറ്റ് ചെയ്തിട്ടാണ് അവിടെ മീൽസ് വന്നേ, ഫുഡ് വന്നേ. അപ്പൊ ഇതെന്താണ്, കോമ്പോസിറ്റ് സപ്ലൈ ആണ്. അവിടെ ഒരു പ്രിൻസിപ്പൽ സപ്ലൈ ഉണ്ട്, അതിനെ റിലേറ്റ് ചെയ്തിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുള്ളത്. ഓക്കെ, സോ ആൻസർ എന്താ, ഇറ്റ് ഈസ് എ കോമ്പോസിറ്റ് സപ്ലൈ. ട്രാൻസ്പോർട്ടേഷൻ ഈസ് ദി പ്രിൻസിപ്പൽ സപ്ലൈ. അപ്പോൾ GST എങ്ങനെയാ വരാ, ഈ ക്വസ്റ്റ്യനിലാണ് പറഞ്ഞിട്ടില്ലെങ്കിലും ട്രാൻസ്പോർട്ടേഷന് വരണ GST ചാർജ് എന്ന് പറഞ്ഞാൽ 18%, ഫുഡിന് 28%. ശരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രിൻസിപ്പൽ സപ്ലൈയുടെ റേറ്റ് ഓഫ് ടാക്സ് 18% ആണെങ്കിൽ അതായിരിക്കും ഇവിടെ കൊടുക്കേണ്ടത് വരാം. ക്ലിയർ ആണോ? അപ്പൊ ഇതിൽ കോമ്പോസിറ്റ് സപ്ലൈയുടെ എക്സാമ്പിൾ ആണ്. നമ്പർ 2, a 5-star hotel provides 4 days and 3 night package with breakfast കൂടി ഉണ്ട്. Accommodation tax rate is 18%, restaurant service tax rate is 28%. Is it a composite or mixed supply? അപ്പോൾ എന്താണ്, നമ്മൾ ഒരു എത്ര ദിവസമാണ്, 4 ദിവസം പിന്നെ 3 നൈറ്റും ഒരു ഹോട്ടലിൽ താമസിക്കണം, 5-star ഹോട്ടലില്. അപ്പോൾ താമസത്തിനും ദെൻ മറ്റ് റെസ്റ്റോറൻറ്റ് സർവീസിനും ഒക്കെ കൂടിയിട്ടുള്ള ഒരു എമൗണ്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാം, നമുക്ക് അവിടെ മെയിൻ പർപ്പസ് എന്താ, താമസമാണ്. അപ്പോൾ അതാണ് പ്രിൻസിപ്പൽ സപ്ലൈ. അവിടെ ഒരു പ്രിൻസിപ്പൽ സപ്ലൈ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതെന്താണ്, കോമ്പോസിറ്റ് സപ്ലൈ ആണ്. ദെൻ ഇവിടെ ടാക്സ് റേറ്റ് ഈ പറയുന്ന അക്കോമഡേഷൻ 18%, ഫുഡിന്റെ റെസ്റ്റോറന്റിന് 28%. അപ്പോൾ ഇത് ഈസ് എ കോമ്പോസിറ്റ് സപ്ലൈ. അക്കോമഡേഷൻ ഈസ് എന്താണ്, പ്രിൻസിപ്പൽ സപ്ലൈ. താമസമാണ് പ്രിൻസിപ്പൽ സപ്ലൈ. അങ്ങനെയാണെങ്കിൽ ടാക്സ് റേറ്റ് എത്രയായിരിക്കും, 18% ആയിരിക്കും. ബിക്കോസ് പ്രിൻസിപ്പൽ സപ്ലൈ അക്കോമഡേഷന് വേണ്ടി വരുന്ന ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 18% ആണ്. അപ്പൊ അതാണ് അപ്ലൈ ചെയ്യേണ്ടവരാ. ഓക്കെ, ക്ലിയർ? അപ്പോൾ ലാസ്റ്റ് ഒരു പ്രോബ്ലം കൂടി നമ്മൾ നോക്കാണ്. സ്പേസ് ബസാർ ഓഫേഴ്സ് എ ഫ്രീ ബക്കറ്റ് വിത്ത് ഡിറ്റർജന്റ് പർച്ചേസ്ഡ്. അപ്പോൾ ഒരു ഡിറ്റർജന്റ് മേടിക്കുമ്പോൾ അതിന്റെ കൂടെ ഒരു ഫ്രീ ബക്കറ്റ് തരാം. ഈസ് ഇറ്റ് എ കോമ്പോസിറ്റ് ഓർ മിക്സഡ് സപ്ലൈ? GST ഡിറ്റർജന്റിന് 28%, ബക്കറ്റുമേ 18% ആണ്. അപ്പൊ എന്താണ്, ഡിറ്റർജന്റ് മേടിക്കണം, അതിന്റെ കൂടെ ബക്കറ്റും ഉണ്ട് ഫ്രീ. രണ്ടിന്റെയും ടാക്സ് റേറ്റ് സെപ്പറേറ്റ് നോക്കുമ്പോൾ ഒരെണ്ണം 28 ഒരെണ്ണം 18% ആണ്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടാണ് എന്താണ്, ഇൻഡിപെൻഡന്റ് പ്രൊഡക്ട്സ് ആണ്. നമുക്ക് ബക്കറ്റ് സെപ്പറേറ്റ് മേടിക്കാം, ഡിറ്റർജന്റ് സെപ്പറേറ്റ് മേടിക്കാം. അപ്പൊ അതെന്താണ്, അതൊരു മിക്സഡ് സപ്ലൈ ആണ്. ആർട്ടിഫിഷ്യലി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. നേരെ മറിച്ച് ഇവിടേക്ക് എന്താ, അപ്പോ രാജധാനിയിൽ പോകുമ്പോ അതിന്റെ കൂടെ കിട്ടുന്നതെന്ന് പറയുമ്പോ നാച്ചുറലി ബണ്ടിൽഡ് ആണ്. ഇവിടെയാണെങ്കിലോ ആർട്ടിഫിഷ്യലി ക്രിയേറ്റഡ് ആണ്. ആർട്ടിഫിഷ്യലി ക്രിയേറ്റഡ് ആകുമ്പോഴാണ് അതിനെ പറയാം മിക്സഡ് സപ്ലൈ. മിക്സഡ് സപ്ലൈയിലെ ടാക്സ് റേറ്റ് അപ്ലൈ ചെയ്യുന്നത് ഹയസ്റ്റ്. ഇപ്പൊ 3 ഗുഡ്സോ 3 സർവീസോ ഒക്കെ ഉണ്ടെങ്കിൽ ഏതിനാണ് ഏറ്റവും ഹയസ്റ്റ് ചാർജ് റേറ്റ് വരുന്നത്, അതാണ് അപ്ലൈ ചെയ്യേണ്ടവരാ അല്ലെ. അപ്പൊ എന്താണ് ആൻസർ വരാ, ദിസ് ഇസ് എ മിക്സഡ് സപ്ലൈ. ദീസ് ഐറ്റംസ് ക്യാൻ ബി sold. These items can be sold separately. Here separated will come. Detergent out bucket out. Here 28% ആയിരിക്കും നമുക്ക് വേണ്ടി വരാം. ബിക്കോസ് higher rate എന്ന് പറയുന്നത്
28%, ഡിറ്റർജന്റിന് 28, ബക്കറ്റിന് 18%. അപ്പൊ രണ്ട് നോക്കുമ്പോൾ ഹയസ്റ്റ് വരുന്നത് 28% ആണ്. അപ്പോൾ 28% ആണ് ഇവിടെ നമ്മൾ ചാർജ് ചെയ്യേണ്ടവരാ, ബിക്കോസ് മിക്സഡ് സപ്ലൈ ആണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കൺസെപ്റ്റ് ആണ് മിക്സഡ് സപ്ലൈ ആൻഡ് കോമ്പോസിറ്റ് സപ്ലൈ. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, ഒരു നാച്ചുറലി ബണ്ടിൽഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കൊടുക്കുന്ന സമയത്ത്, നാച്ചുറലി ബണ്ടിൽ എന്ന് പറയുമ്പോൾ അവിടെ ഒന്നിലധികം ഗുഡ്സ് ഉണ്ടാകും, സർവീസസ് ഉണ്ടായിരിക്കും. അതിനെയാണ് ഈ പറയുന്ന കോമ്പോസിറ്റ് സപ്ലൈ. അതിലൊരു പ്രിൻസിപ്പൽ സപ്ലൈ കോറായിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരിക്കും, അതിൻ്റെ ടാക്സ് റേറ്റ് ആയിരിക്കും നമ്മൾ ചാർജ് ചെയ്യുക. ഇൻ ദി കേസ് ഓഫ് മിക്സഡ് സപ്ലൈ എന്താണ്, ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ബണ്ടിലാണ്. പല പ്രോഡക്റ്റുകൾ നമ്മളായിട്ട് ബണ്ടിൽ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ അവിടെ ടാക്സ് റേറ്റ് വരാം. ഏറ്റവും ഹയസ്റ്റ് ടാക്സ് റേറ്റ് ഇത് പ്രൊഡക്റ്റിന്മേയാണ്, ഇൻഡിപെൻഡൻ്റ് ആണല്ലോ, അതും അതുമേ ആയിരിക്കും നമ്മൾ ചാർജ് ചെയ്യേണ്ടി വരാം. ഓക്കെ, സോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും അടുത്ത ദിവസം കാണാൻ പറ്റുന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.